അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളിപ്പോൾ ഇസ്ലാം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. അതിലൊന്നാമത് അദ്ദേഹം പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അദ്ദേഹം ഗ്രന്ഥം എഴുതി തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏതൊരു കാര്യവും നന്മകൾ ചെയ്യുന്ന സമയത്ത് ബിസ്മി കൊണ്ട് തുടങ്ങണമെന്നാണ്. അതുപോലെ തന്നെ തുടങ്ങുമ്പോൾ വലത് കൊണ്ട് തുടങ്ങണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വലതിനെ ഇഷ്ടപ്പെട്ടിരുന്നു, വലതിനെ മുന്തിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. എന്നതുപോലെ നന്മകൾ ചെയ്യുമ്പോഴെല്ലാം ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണം. പ്രത്യേകിച്ച് എഴുത്ത്, കത്തുകളൊക്കെ എഴുതുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ബിസ്മി കൊണ്ടായിരുന്നു ആരംഭിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് നമ്മൾ കുറച്ചുകൂടി അതിന് പ്രാധാന്യം നൽകണം. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ശേഷം അദ്ദേഹം പറയാണ്, യഅലം, നീ അറിയണം, അന്ന നവാഖിദൽ ഇസ്ലാമി, തീർച്ചയായും, അന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ്. അപ്പോൾ നവാഖിദൽ ഇസ്ലാമി, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ എന്നത് നീ അറിയണം. എന്താ അറിയേണ്ടത്? അശ്റത്തു നവാഖിദ്. ഇവിടെ അദ്ദേഹം 10 നവാഖിദുകളെക്കുറിച്ച്, 10 കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അൽ ഔവൽ, ഒന്നാമത്തത്, അശ്ശിർക്കു ഫി ഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. അശ്ശിർക്ക്, ഷിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കുചേർക്കുക എന്നതാണ്. എന്തിലാ പങ്കുചേർക്കൽ? ഫി ഇബാദത്തില്ലാഹി തആല, അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ പങ്കുചേർക്കുക എന്നത് അത് ഇസ്ലാം പൊളിച്ചു കളയുന്ന കാര്യത്തിൽപ്പെട്ടതാണ് എന്ന് അതിൽ ഒന്നാമത്തെ കാര്യമായി കൊണ്ട് അദ്ദേഹം എണ്ണുന്നുണ്ട്. ഇത് വെറുതെ പറഞ്ഞതല്ല, എന്തെങ്കിലും തോന്നലിൻ്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം ഇവിടെ നമുക്ക് വിവരിച്ചു നൽകുന്നത്. മറിച്ച് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ശരിയായ പിൻബലത്തിൽ നിന്നാണ് നമുക്കിത് പഠിപ്പിച്ചു നൽകുന്നത്. അതിലൊന്നാമത്തതിനുള്ള തെളിവെന്താ? ഖാല തആല, അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സൂറത്തു നിസായിലെ 48-ാമത്തെ വചനം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്ക് ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. ഷിർക്കല്ലാത്ത മുഴുവൻ കാര്യങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പുറത്തു കൊടുക്കും എന്നത് വിശുദ്ധ ഖുർആനിൽ നേർക്കുനേർ വന്ന കാര്യമാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് മറ്റൊരു തെളിവ് കൂടി അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. സൂറത്തു മാഇദയിലെ 72-ാമത്തെ ആയത്ത്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. നമ്മൾ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. എന്നാൽ ആ സ്വർഗം അള്ളാഹു അവൻ്റെ മേൽ ഹറാമാക്കും, ഷിർക്ക് ചെയ്യുന്നവരുടെ മേൽ ഹറാമാക്കുകയും വമഅ്വാഹുന്നാർ, നരകം അവന് സങ്കേതമാവുകയും വമാലിദ്ദാലിമീന മിൻ അൻസാർ, അന്നവിടെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലാലിം എന്ന് പറഞ്ഞാൽ അക്രമി എന്നാണ്. അപ്പോൾ ഏറ്റവും വലിയ അക്രമം എന്നത് ഷിർക്കാണ്. അപ്പോൾ ഷിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു തരികയില്ല എന്നും, അതല്ലാത്ത മറ്റു പാപങ്ങളെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ പുറത്തു നൽകുമെന്നും നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുറിഞ്ഞു പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യമാണ് ഷിർക്ക് സംഭവിക്കുക എന്നത്. അതിന് ചില ഉദാഹരണങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒമിൻഹു അദ്ദബഹു ലിഗൈരില്ല, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ച സമർപ്പിക്കുക അല്ലെങ്കിൽ അറവ് നടത്തുക എന്നത് അതിൽപ്പെട്ടതാണ്. കമയ്യദ് ബഹുലിൽ ജിന്നി ഔ ലിൽ ഖബരി, ഏതുപോലെ ആരെങ്കിലും ഒരാൾ ഒരു ജിന്നിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഖബറാളി, അത് ഖബറാളി എത്ര വലിയ പുണ്യാത്മാവാണെങ്കിലും ശരി, ആ ഖബറാളിക്കു വേണ്ടി ആരെങ്കിലും അറവ് നടത്തിക്കഴിഞ്ഞാൽ അത് ഷിർക്കിൽപ്പെട്ടതാണ്. അള്ളാഹുവിനു മാത്രമാണ് അറവ് നടത്തേണ്ടത്, അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിക്കും അറവ് നടത്താൻ പാടില്ല എന്നത് അടിസ്ഥാന വിശ്വാസമാണ്. അപ്പോൾ അതിൽ ആരെങ്കിലും പങ്കുചേർത്താലോ അതും ഷിർക്ക് തന്നെയാണ് എന്നാണ് ഇസ്ലാം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ ഒന്നാമതായി അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്.
മാത്രമല്ല അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷർത്തിൻ്റെ ഘടകവിരുദ്ധമാകുന്ന പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ ഷിർക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യുക, അല്ലെങ്കിൽ പങ്കാളിയെ സ്വീകരിക്കുക എന്നതാണ് അതിൻ്റെ ഭാഷാർത്ഥം. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിച്ച ഷിർക്ക്? അൻ യുജ്മഅ മഅ അല്ലാഹി ഗൈറുല്ലാഹ് ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാഹ്. ഇമാം സമആനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകമാണ് ഇവിടെ ഉദ്ധരിച്ചത്. അദ്ദേഹം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമുള്ള കാര്യത്തെ, മറ്റൊരാൾക്കും ചാർത്താൻ കഴിയാത്ത ഒരു സംഗതിയെ അല്ലാഹുവിനോട് പങ്കുചേർക്കുക, അല്ലാഹുവിനോടൊപ്പം മറ്റുള്ളവരെയും പങ്കുചേർക്കുക, അതിനെയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് അർ റുബൂബിയ, അൽ ഉലൂഹിയ, അൽ അസ്മാഉ സിഫാത്ത്. അതായത് ആരാധന അത് റബ്ബിന് മാത്രമേ അവകാശപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, യഥാർത്ഥത്തിൽ ആരാധ്യനായവൻ അല്ല മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയും. അപ്പോൾ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാഉ വസിഫാത്തിലും തൗഹീദ് ഉണ്ടാകണം, ഷിർക്കുണ്ടാകാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഷിർക്ക് 3 മേഖലയിൽ സംഭവിക്കും എന്നത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിൽ മഹല്ലുൽ വുഖൂ, അത് സംഭവിക്കുന്നത് 1 വിശ്വാസത്തിൽ സംഭവിക്കും, 2 വാക്കിൽ സംഭവിക്കും, 3 പ്രവൃത്തിയിൽ സംഭവിക്കും. അതായത് ഇഅ്തിഖാദിലുണ്ടാകും, ഖൗലിലുണ്ടാകും, അമലിലുണ്ടാകും. അതിന് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, മരിച്ചവർ കേൾക്കുമെന്ന് വിശ്വാസമുണ്ടോ? അത് കേൾക്കുമെന്ന് വിശ്വാസത്തോടുകൂടി വിളിച്ച് പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല, വെറുതെ ഒന്ന് വിശ്വസിച്ചാൽ മതി. മരിച്ചവർ കേൾക്കും, പ്രാർത്ഥന കേൾക്കും എന്ന് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം തന്നെ തെറ്റാണ്. ആ വിശ്വാസത്തിൽ ഷിർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ വിളിച്ചു പ്രാർത്ഥിക്കുക കൂടി ചെയ്താലോ? എങ്കിൽ അത് വാക്കിൽ വന്ന ഷിർക്കാണ്. വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതെന്താണ്? ഷിർക്കാണ്. ഇനി അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയും സുജൂദും ചെയ്യുക, ഇത് പ്രവൃത്തിയിലെ കർമ്മങ്ങളിലെ ഷിർക്കാണ്. ഇങ്ങനെ തുടങ്ങി ഷിർക്ക് സംഭവിക്കുന്നത് 1 വിശ്വാസത്തിൽ സംഭവിക്കും, 2 വാക്കിൽ സംഭവിക്കും. ഇനി ഒരാൾ മരിച്ചവർ കേൾക്കുമെന്ന വിശ്വാസം ഇല്ലാതെ തന്നെ ഒരാൾ വിളിക്കുകയാണ്, മൊഹീദ്ദീൻ ഷെയ്ഖ് എന്നെ കാക്കണേ എന്ന് വല്ലതും വിളിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയും ഷിർക്കാണ് എന്നാണ്. അതുപോലെ സുജൂദ് ചെയ്യുക എന്നത് കർമ്മങ്ങളിലെ ഷിർക്കാണ്. ഇങ്ങനെ തുടങ്ങി ഷിർക്ക് സംഭവിക്കുന്ന 3 മേഖലകളുണ്ട്. ഇത് 3ഉം ശ്രദ്ധിക്കണം എന്നാണ്. ദീനിൽ സ്ഥിരപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ, അതെന്ത് നൽകിയാലും ഷിർക്ക് തന്നെയാണ്. അല്ലാഹ്ക്കു മാത്രം നൽകേണ്ടതിനെ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നൽകിക്കഴിഞ്ഞാൽ അത് ഷിർക്ക് തന്നെയാണ്. നിസ്കാരാകട്ടെ, നേർച്ചയാകട്ടെ, ഏതുമാകട്ടെ, ഇതെല്ലാം റബ്ബല്ലാത്തവർക്ക് നൽകിക്കഴിഞ്ഞാൽ ഷിർക്കായി മാറുന്നതാണ്. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഷിർക്ക് 2 വിധമുണ്ട് എന്നുള്ളത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കുണ്ട്, അല്ലാത്തതുമുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്ക് അശ്ശിർക്കുൽ അക്ബർ, വലിയ ഷിർക്കാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില ഉദാഹരണങ്ങൾ. എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത ഷിർക്കോ അശ്ശിർക്കുൽ അസ്ഗർ, അതായത് അശ്ശിർക്കുൽ ഖഫി എന്നൊക്കെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. കർജിയ എന്ന് വെച്ചാൽ ചില ലോകമാന്യതകൾ, ആളുകൾ കാണാൻ, ആളുകൾ അറിയാൻ, ആളുകൾ നല്ലത് പറയാൻ, ഇതൊക്കെ ചെയ്യുന്നത് ഏതൊരു കർമ്മവും, ഇപ്പം നിസ്കാരം, അത് ആളുകൾ കാണാൻ വേണ്ടിയിട്ടും ആളുകൾ അറിയാൻ വേണ്ടിയിട്ടും ചെയ്താൽ അത് ഷിർക്കാണ്. പക്ഷെ അത് ചെറിയ ഷിർക്കാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റാണ് ഷിർക്കുൽ അക്ബർ. വലിയ ഷിർക്ക് സംഭവിക്കുന്നത് 3 രൂപത്തിലാണ്. ഒന്നാമത്തത് റുബൂബിയത്തിലാണ്, രണ്ടാമത്തത് ഉലൂഹിയത്തിലാണ്, മൂന്നാമത്തത് അസ്മാഉ സിഫാത്തിലാണ്, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലാണ്. അപ്പോൾ എന്താണ് റുബൂബിയത്തിലെ തൗഹീദ് എന്ന് പറഞ്ഞാൽ? ഇഫ്രാദുല്ലാഹി ബി അഫ്ആലിഹി, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, അള്ളാഹുവാണ് ഇതിനെയെല്ലാം പരിപാലിച്ച് എല്ലാത്തിനും റിസ്ക് നൽകുന്നവൻ. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു, അതിൽ അവൻ ഏകനാണ് എന്നും വിശ്വസിക്കുന്നു. എന്നാൽ ഒരാൾ വിചാരിക്കാണ് CM മടവൂരിന് അള്ളാഹുവിനെ പോലെ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയും. ഇനിയിപ്പോൾ അള്ളാഹുവിനെ പോലെ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ലോകം നിയന്ത്രിക്കാൻ കഴിവുള്ളവർ മഹാത്മാക്കളാണ് എന്ന് വിശ്വസിക്കൽ അത് ഷിർക്കാണ്, തൗഹീദുർ റുബൂബിയത്തിലെ ഷിർക്കാണ് എന്ന്
നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ഇത്തരം അല്ലാഹു അല്ലാത്ത ശക്തികൾക്ക് കഴിയും എന്ന് വിശ്വസിക്കൽ റുബൂബിയത്തിലെ ശിർക്കാണ്. മരിച്ചുപോയ മഹാന്മാർ, അമ്പിയാക്കന്മാർ, നബിമാർ, അവർക്ക് നമ്മുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കൽ റുബൂബിയത്തിലെ ശിർക്കാണ്. ഇനി രണ്ടാമത്തത് ഉലൂഹിയത്താണ്, തൗഹീദുൽ ഉലൂഹിയ. എന്താണ് തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ? ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രം. നമ്മുടെ പ്രാർത്ഥന, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള സർവ്വകർമ്മങ്ങളും അത് റബ്ബിന് മാത്രമാണ്. പ്രാർത്ഥന മുഴുവൻ അല്ലാഹുവിന് മാത്രം. എന്നാൽ തൗഹീദിൽ, അത് ഉലൂഹിയത്തിൽ ശിർക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹുവ സൊർഫുൽ ഇബാദത്തി ലിഗൈരില്ലാഹ് വൽ ഇബാദത്തു കദ്ദുആഇ വസ്സലാത്തി വന്നദർ. അതായത് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്തിനെ തിരിച്ചുവിടുക. ഏതുപോലെ? ഇബാദത്ത് എന്ന് പറയുമ്പോൾ പ്രാർത്ഥന പോലെ, നിസ്കാരം പോലെ, നേർച്ച പോലെ, ഇങ്ങനെ തുടങ്ങിയുള്ള ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ, റബ്ബിന് സമർപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നൽകുക എന്നതാണ് ഉലൂഹിയത്തിലെ ശിർക്ക്, ആരാധ്യതയിലെ ശിർക്ക്. ഇനി മൂന്നാമത്തത് അസ്മാഉ വസിഫാത്താണ്. അല്ലാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ ശിർക്ക് സംഭവിക്കാൻ പാടില്ല. അത് അവന് മാത്രമുള്ളതാണ്, അവന് യോജിച്ചതാണ്. അവനെപ്പോലെ കമാലിയത്തുള്ള, പൂർണ്ണതയെത്തിയ ആരും തന്നെയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അല്ലാഹുവിന് തുല്യമായി ആരുമില്ല, അല്ലാഹുവിന് കിടയൊത്തയാരുമില്ല, അല്ലാഹുവിന് സമമൊത്ത ആരുമില്ല. അപ്പോൾ എന്താണ് അസ്മാഉ സിഫാത്തിലെ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ ശിർക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, അയ്യജഅല ലില്ലാഹി തആല മുമാസിലൻ ഫീ ശൈഇൻ മിൻ അസ്മാഇഹി ഔ സിഫാത്തിഹി ഔ യസിഫഹു തആല ബിശൈഇൻ മിൻ സിഫാത്തി ഖൽഖിഹി. എന്ന് വച്ചാൽ അല്ലാഹുവിനുള്ള നാമഗുണവിശേഷണങ്ങൾക്ക് തത്തുല്യമായി മറ്റുള്ളവർക്കുണ്ട് എന്ന് പറയുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, അല്ലാഹു എല്ലാം കാണുന്നവനാണ് എന്നത് അടിസ്ഥാന വിശ്വാസമാണ്, അല്ലാഹുവിൻ്റെ വിശേഷണമാണ്. അതുപോലെ അല്ലാഹു സമീഅ ആണ്, അല്ലാഹു ബസീറാണ്, അല്ലാഹു എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവനാണ് എന്നത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനാണ്. അപ്പോൾ അതുപോലെ എല്ലാവരും എല്ലാം കേൾക്കാനും കാണാനും കഴിയും എന്ന് ഏതെങ്കിലും ഒരു സൃഷ്ടിയെക്കുറിച്ച് വിശ്വസിച്ചാൽ അത് തന്നെ ശിർക്കായി. അതുപോലെ തന്നെയാണ് രണ്ടാമത്തൊരു ഈനം, ഈ അല്ലാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ ശിർക്ക് സംഭവിക്കുന്ന മറ്റൊരു രൂപമാണ് ഏതെങ്കിലും ഒരു സൃഷ്ടികളിലേക്ക് അല്ലാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ ഉപമിക്കുക, അല്ലെങ്കിൽ അതുപോലെയാണെന്ന് പറയുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല കേൾക്കുന്നു, അപ്പോൾ മനുഷ്യൻ കേൾക്കുന്നത് പോലെയാണ് കേൾക്കുന്നത് എന്നു പറയൽ ശിർക്കാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ, അതിൽ നിന്ന് വിട്ടുനിൽക്കുക, ശിർക്കുണ്ടാകുന്നതിൽ നിന്നും, ശിർക്ക് സംഭവിക്കുന്നതിൽ നിന്നും, അത്തരം വിശ്വാസ കർമ്മ പ്രവർത്തന സംസാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ശിർക്ക് ചെയ്താലുണ്ടാകുന്ന ചില അപകടങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല എന്നതാണ്. അതാണ് ശൈഖ് റഹ്മഹുല്ല ഇതിൻ്റെ തുടക്കത്തിൽ തെളിവായി കൊണ്ടുവന്നത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. രണ്ടാമത്തത്, അല്ലാഹു എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമാക്കി കളയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറഞ്ഞത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക് വലതകൂനന്ന മിനൽ ഖാസിരീൻ. എല്ലാ കർമ്മങ്ങളും ബാത്തിലായി പോകുന്നതാണ്. മൂന്നാമത്തത്, സ്വർഗം നിഷിദ്ധമാകും, നരകം നിർബന്ധമാകുന്നതാണ്. അതാണ് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ രണ്ടാമത്തെ തെളിവായിക്കൊണ്ട് നമ്മൾ പഠിച്ചത്. നാലാമത്തത്, അതിവിദൂരമായ വഴികേടിലായിരിക്കും ശിർക്ക് ചെയ്യുന്നവർ. പിന്നെ അവർക്ക് നിർഭയത്വം ഉണ്ടാവില്ല, അവർക്ക് ആകെ അസ്വസ്ഥതകളായിരിക്കും. അതുപോലെ തന്നെ അഞ്ചാമത്തത്, ശിർക്ക് ചെയ്യുന്നവർ ആകാശത്തു നിന്ന് വീണവനെപ്പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ 22-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൗഹീദിലധിഷ്ഠിതമായ ജീവിതമാണ് നയിക്കേണ്ടത് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.